നമുക്ക് നേരെ കൊച്ചിക്ക് പോവാം. കൊച്ചിയിൽ ഇതാ അമൽനാഥ് തയ്യാറായിരിക്കുകയാണ്. അമൽ, ഈ ഒരു വൈകുന്നേരം മുതൽ അമൽ കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷവുമായിട്ട് ഇങ്ങനെ ഇഴപിരിഞ്ഞിരിക്കുകയാണല്ലേ? ഓരോ മണിക്കൂറിലും ആ ന്യൂ ഇയറിന്റെ ആ ഒരു നിമിഷം ഞങ്ങളിലേക്ക് കൂടി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ അധിക സമയമില്ല. ഈ 2026 വരവേൽക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷം ഈ നിമിഷം എങ്ങനെയാണ് അവിടെ? സിന്ധുരി, കൊച്ചിയെ സംബന്ധിച്ച് എന്താഘോഷവും അത് കളർ എപ്പോഴും പറയുന്നതാണ്. അത്തരത്തിൽ തന്നെയാണ് ന്യൂ ഇയർ ആഘോഷം കളർ തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലൊരു വൈബാണ് നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോൾ വെളി ഗ്രൗണ്ടിലാണ് ഞാൻ. ഒരു വൈകുന്നേരം മുതൽ തന്നെ ഈ വെളി ഗ്രൗണ്ടിലുണ്ട്. ഇവിടെ വലിയ ജനങ്ങളുടെ ഒരു തിരക്ക്. അത് കൊച്ചിയിൽ നിന്നുള്ളവർ മാത്രമല്ല, എറണാകുളം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനു പുറമെ വിദേശികളടക്കം ഈ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ, നമ്മൾ നേരത്തെ സംഘാടകരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ ജനങ്ങൾ ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിലെ ഈ വെളി ഗ്രൗണ്ടിലേക്ക് എത്തും എന്നാണ്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിലിപ്പോൾ ഇവിടെ DJ പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ആരംഭിച്ചിരുന്നു. കൊച്ചിയെ സംബന്ധിച്ച് 2 ഇടത്താണ് ഈ പാപ്പാജിയെ കത്തിക്കുന്നത്. അത് ഒന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വെളി ഗ്രൗണ്ടിലാണ്, മറ്റൊന്ന് പരേഡ് ഗ്രൗണ്ടിലാണ്. ഈ വെളി ഗ്രൗണ്ടിലെ പാപ്പാജി ഏകദേശം ഒരു 55 അടി ഉയരമാണ് ഉള്ളത്. പരേഡ് ഗ്രൗണ്ടിൽ ഒരു 50 അടി ഉയരത്തിലാണ് പാപ്പാജി ഉള്ളത്. അതായത് മത്സര ബുദ്ധിയോടുകൂടിയാണ് ഇവിടെ പാപ്പാജിയും നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 12 മണിയോടുകൂടി പാപ്പാജിയെ കത്തിക്കുന്ന പരിപാടികളിലേക്ക് ഒക്കെ കടക്കും. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. നിലവിലിപ്പോൾ ഇവിടെ DJ പരിപാടികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യത്തിൽ പോലീസിനെയൊക്കെ അതിനനുസരിച്ച് ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1200ഓളം പോലീസുകാരാണ് ഇവിടെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഫോർട്ട് കൊച്ചിയുടെ ഈ പാപ്പാജിയെ കത്തിക്കുന്നത് എന്തിനാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പലർക്കും ഒരു സംശയം ഉണ്ടാകും. എന്താണ് ഈ പാപ്പാജിയെ കത്തിക്കുന്നതിന് പിന്നിലുള്ള ആ കഥ എന്താണ് എന്നൊക്കെ പലർക്കും സംശയമുണ്ടാകും. അതായത് ഏകദേശം ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് 1503 അല്ലെങ്കിൽ 1663 ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഫോർട്ട് കൊച്ചി എന്ന ആ ഒരു ഭാഗം പോർച്ചുഗീസിന്റെയും ബ്രിട്ടീഷിന്റെയും ഒക്കെ കീഴിലായിരുന്നു. ആ ഒരു സമയത്ത് ഈ കൊച്ചി രാജാവിന്റെ അനുമതിയോടുകൂടി ഇവിടെ ഒരു കോട്ട പണിയുകയാണ്. ഇമ്മാനുവൽ ഫോർട്ട് എന്ന രീതിയിൽ ഒരു കോട്ട പണിയുകയാണ്. അവിടെ ഈ പോർച്ചുഗീസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു പുതുവത്സരാഘോഷം എന്ന രീതിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഈ പാപ്പാജിയെ കത്തിക്കുക എന്നത്. അത്തരത്തിലൊരു കഥയാണ് ഇതിന് പിന്നിൽ നിലവിലുള്ളത്. ഇത് സമാനമായ രീതിയിൽ പല കഥകളും ഉണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ പാപ്പാജി എന്നത് മറ്റ് വിദേശികളുടെ ഒക്കെ ായിരുന്നു ഉണ്ടായിരുന്നത്. പല ഫാൻസി ഡ്രസ് എന്ന മോഡലൊക്കെ തന്നെ പല വർഷങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് ചുവന്ന വസ്ത്രം, ചുവന്ന തൊപ്പി, പിന്നീട് വെള്ളത്താടി, അത്തരം രൂപങ്ങളിലേക്കൊക്കെ തന്നെ മാറുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ഓരോ വർഷവും, അതായത് ജനുവരി 1 എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു കുട്ടി ജനിക്കുന്നു. പിന്നീട് ആ കുട്ടി ബാല്യത്തിലൂടെ കടന്നു പോകുന്നു, കൗമാരത്തിലൂടെ കടന്നു പോകുന്നു. ഏറ്റവും അവസാനം വാർദ്ധക്യ സമയം എന്ന് പറയുന്നത് ഡിസംബർ ആണ്. ഡിസംബർ 31 ആ കുട്ടിയുടെ ആ ഒരു സമയം കഴിയുന്നു. പുതിയൊരു കുട്ടി ജനിക്കുന്ന ആ രീതിയിലാണ് ഈ പാപ്പാജിയെ കത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ എല്ലാ മോശം ദിവസങ്ങളും അല്ലെങ്കിൽ മോശം ഓർമ്മകളും ഒക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ ഭാഗമായാണ് പാപ്പാജിയെ കത്തിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായി നിരവധി പേർ ഇപ്പോഴും ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നിലവിലിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തവണ 2 ഇടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളി ഗ്രൗണ്ടിലുമുണ്ട്, ഒപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലുമുണ്ട്. അത്തരത്തിൽ 2 ഇടങ്ങളിൽ പാപ്പാജിയെ കത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ 2 ഇടത്തുമായി വലിയ ജനത്തിരക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേസമയം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കർശനമായ സുരക്ഷാ നടപടികളൊക്കെ തന്നെ നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ തന്നെയും, അതായത് വാഹന സൗകര്യമാണ്, ഗതാഗത സൗകര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വെളി ഗ്രൗണ്ടിന്റെ പുറത്ത് ഈ പാർക്കിങ്ങും അതൊക്കെ നിലവിലിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് മറ്റ് ഗതാഗത പ്രശ്നങ്ങളിലേക്ക് അടക്കം കടക്കും എന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ഈ പാർക്കിംഗ് ഇതിന് സമീപം ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ 3 മണിവരെ ബസ് സർവീസ് ഉണ്ട്. ഒപ്പം തന്നെ മെട്രോ സർവീസ് 2 മണിവരെയുണ്ട്. വാട്ടർ മെട്രോ സർവീസ് 4 മണിവരെയുണ്ട്. ഒപ്പം തന്നെ കൊച്ചി ഫീഡർ ബസ് സർവീസും
ഇതിന്റെ കൂടെയുണ്ട്. ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബയോ ടോയ്ലറ്റ് സംവിധാനം, മെഡിക്കൽ സംവിധാനം, അത്തരത്തിൽ ഫയർഫോഴ്സ്, പോലീസിന്റെ ഒക്കെ ഒരു എല്ലാവരും കൂടി അത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഒപ്പം തന്നെ CCTV ക്യാമറകൾ, നിരവധി CCTV ക്യാമറകളൊക്കെ തന്നെ ഈ സുരക്ഷയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സുരക്ഷാ നടപടികളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേർ, അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ അല്ലെങ്കിൽ എല്ലാ ഒക്കെ തന്നെ ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ ഒരു ന്യൂ ഇയർ പരിപാടിയുടെ ഭാഗമാകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ആ ഒരു മരമാണ്, അതായത് മഞ്ഞ നിറത്തിലുള്ള ആ ഒരു മരം, അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. കാണികളെ ഒക്കെ തന്നെ വരവേറ്റുകൊണ്ട് ഇവിടെ ഒരുങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആകർഷക ഘടകം എന്ന് പറയുന്നത് ഈ മഞ്ഞ നിറത്തിലുള്ള മരം തന്നെയാണ്. അതിന്റെ ചുറ്റുമായി ഉള്ള ആ സ്ഥലത്താണ് ഇപ്പോൾ DJ പരിപാടികളും അതിനൊത്ത് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെ നൃത്ത ചുവടുകളൊക്കെ തന്നെ വെക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ആഘോഷം തന്നെയാണ് ഈ ന്യൂ ഇയർ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച്. അതിങ്ങനെ അതിന്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇനി ആ പുതിയ വർഷത്തെ വരവേൽക്കുവാനുള്ളൂ. ഇനി ഏകദേശം 12 മണിയാകും തോറും ഈ ഒരു ആഘോഷം, അതിന്റെ ആ ഒരു ഉയർച്ച അത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഓരോ മണിക്കൂറിലും എല്ലാവരും കൂടി കൊച്ചിയിലേക്ക് വന്ന് ഈ ന്യൂ ഇയർ ആഘോഷം എല്ലാവരും ഏറ്റെടുത്ത് അവർ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചകളാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിലെ വെള്ളി മൈതാനത്ത് നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. സിന്ധു. ശരി അമൽനാഥ്, അങ്ങനെ കൊച്ചി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഈ വെളിയിൽ മൈതാനത്തുണ്ട്. അവർ അവരുടെ DJ ഒക്കെ ആയിട്ട് ഇങ്ങനെ തകർക്കുകയാണ് 2026 വരവേൽക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ആഘോഷം, ആ ഒരു മനസ്സ് നമ്മളിലേക്കും കൂടി ഇങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കുകയാണ്.